സംസ്ഥാനത്ത് വ്യാപകമായി കോടതികളിൽ ബോംബ് ഭീഷണി. കാസർഗോഡ് ഇടുക്കിയിലും മലപ്പുറത്തും കോടതികൾക്ക് ബോംബ് ഭീഷണി. ബോംബ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തുകയാണ്. അഭിഭാഷകരെയും ജീവനക്കാരെയും കെട്ടിടത്തിന് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. കിട്ടിയത് ഒരു ബോംബ് ത്രെട്ട് ഉണ്ടെന്നാണ് ഒരു ഇമെയിൽ ഇന്ന് രാവിലെ തോന്നുന്നു. എനിക്ക് ശരിക്കും ഇതില്ല. അതെ, പരിശോധിക്കുന്നുണ്ട്, നായി പരിശോധിക്കുന്നുണ്ട്. ക്ലിയറൻസ് ചെയ്ത ശേഷം കോടതി തുടങ്ങുള്ളൂ. പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഓരോ നാളും ഇത് ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് വിടുന്നത്. 22 നമുക്ക് ഭാരത് അസോസിയേഷൻ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നത് 10:22 ഇവർക്ക് ഓഫീഷ്യൽ ഇത് ഇവരെ ഇമെയിൽ എന്തോ രാവിലെ 3:30 എന്തോ ഒരു മെസ്സേജ് വന്നു തോന്നുന്നു. ഇമെയിൽ 3:22 ഇമെയിൽ ഓഫീഷ്യൽ ഇമെയിലിലേക്ക് വന്നതെന്ന് പറയുന്നു. 11:05 ആകുന്ന സമയത്ത് അഭിഭാഷകരെയും കോടതിയിലെ അകത്തുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും പുറത്തേക്ക് ഇറക്കി. പിന്നെ വിശദമായ പോലീസ് പരിശോധന നടത്തി. ഇപ്പം എല്ലാ കോർട്ട് ഹാളിലും അതുപോലെ ഓഫീസ് റൂം, കോടതി ബിൽഡിംഗ് മുഴുവൻ ഡോഗ് സ്ക്വാഡ് പരിശോധിച്ചു, പോലീസുകാർ പരിശോധിച്ചു. ഇപ്പം ബോംബൊന്നും ഇല്ലാന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ജയനസ് രാജുവും അരുൺ അമൃതനാഥും വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സമാനമായ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ മേലിലേക്കാണ് അത് വന്നത്. പക്ഷെ പരിശോധന നടത്തി ഒന്നും കണ്ടെത്തിയില്ല. ഇന്നിപ്പോ കോടതികൾ കേന്ദ്രീകരിച്ചാണ് ഈ ഭീഷണി ഉണ്ടാകുന്നത്. അരുൺ അമൃതനാഥിലേക്ക് ആദ്യം പോവുകയാണ്. അരുൺ, എങ്ങനെയാണ് ഈ ഭീഷണി സന്ദേശം എത്തിയത്? മാധു, ഇടുക്കിയിലെയും കാസർഗോഡിലെയും കോടതിയിൽ വന്ന അതേ തരത്തിലുള്ള സന്ദേശം തന്നെയാണ് മഞ്ചേരി കോടതിയിലേക്ക് വന്നത്. കോടതിയുടെ ഔദ്യോഗിക മെയിലിലേക്കാണ് രാവിലെ 9:30 ഇത്തരത്തിലൊരു മെയിൽ സന്ദേശമായി എത്തിയത്. അപ്പോഴേക്കും കോടതി നടപടികളൊക്കെ തന്നെ ആരംഭിച്ചിരുന്നു. അതായത് ഇത്തരത്തിൽ 1:30 ബോംബ് സ്ഫോടനം ഉണ്ടാകും. IED ബോംബുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ അനുയായി എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഇവർ ഉച്ചയോടുകൂടി കോടതി പരിസരത്തെത്തും. ആ സമയത്ത് 100 മീറ്ററിനുള്ളിൽ ഈ ഒരു ബോംബുകൾ പൊട്ടിത്തെറിക്കുമെന്നുമാണ് സന്ദേശത്തിലുള്ളത്. പിന്നാലെ തന്നെ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും എത്തി പരിശോധന നടത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. ഇതുവരെ എല്ലാ പരിശോധനയിൽ ഒന്നും തന്നെ അത്തരത്തിൽ സംശയാസ്പദമായ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള പരിശോധന എന്തായാലും ഈ ഭീഷണി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മഞ്ചേരിയിലും അത്തരത്തിലുള്ള ഭീഷണി വന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ബോംബ് സ്ക്വാഡിൻ്റെയും ഡോഗ് സ്ക്വാഡിൻ്റെയും പരിശോധനയാണ് നിലവിൽ പുരോഗമിക്കുന്നത്. മാധു, ജയനസ് രാജുവും കൂടിയുണ്ട് നമ്മളോടൊപ്പം. ജയൻ, അവിടെ പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പോൾ ബോംബ് സ്ക്വാഡും അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ പരിശോധന നടത്തുകയാണ്. ഇതുവരെ ഏതെങ്കിലും രീതിയിൽ സംശയത്തക്കതായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പോലീസ് ഒരു ജാഗ്രതാ നിർദ്ദേശത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഈ കോടതി കോമ്പൗണ്ടിലുള്ള മുഴുവൻ വാഹനങ്ങളും, അഭിഭാഷകരുടെ അടക്കം വാഹനങ്ങൾ പുറത്തേക്ക് മാറ്റണമെന്നും ഇവിടെയുള്ള ജീവനക്കാരടക്കമുള്ളവർ പുറത്തു പോകണം എന്നൊരു നിർദ്ദേശം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ട്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു സന്ദേശം തന്നെയാണ് മുട്ടം കോടതി, ജില്ലാ കോടതി 3 അഡീഷണൽ ജില്ലാ കോടതി 3 ജഡ്ജിയുടെ ഔദ്യോഗിക മെയിലിലേക്കാണ് ഈ സന്ദേശം എത്തിയത്. അതായത് തമിഴ്നാട്ടിലെ നിവേദ പുതുരാജിനെയും അതോടൊപ്പം തന്നെ മറ്റ് DMK അംഗങ്ങളെയും ജയിലിൽ പീഡിപ്പിക്കുന്നു, അതിനെതിരെയുള്ള ഒരു സന്ദേശം എന്ന നിലയിലാണ് ഇത് അയച്ചിരിക്കുന്നത്. ഈ സന്ദേശം പൂർണ്ണമായും മലയാളത്തിലുള്ളതാണ്. പക്ഷേ അത് പൂർണ്ണമായും ഒരു മലയാളി എഴുതിയതാണ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു സന്ദേശമല്ല എന്നുള്ളതാണ്. പേര് വ്യക്തമാക്കിയിരിക്കുന്നത് മുഹമ്മദ് അസ്ലം, അതോടൊപ്പം തന്നെ വിക്രം എന്നീ പേരുകളാണ് തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അഭിഭാഷകരുണ്ട്. ഇപ്പോൾ എന്താ പോലീസ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വണ്ടി എല്ലാം ചെക്ക് ചെയ്യാനുള്ളത് കൊണ്ട് എല്ലാ വണ്ടികളും പുറത്തേക്ക് ഇറക്കിയിടാനാണ് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാ വണ്ടികളും പുറത്തേക്ക് ഇറക്കുന്നു. ഇപ്പോൾ പിന്നീട് നിർദ്ദേശം വന്നിട്ടുള്ളത് ഇപ്പോൾ 2:30 കോടതി കയറുന്നുള്ളത് കൊണ്ട് കോടതി പ്രവർത്തിക്കുന്ന മുറികളെല്ലാം ഒന്ന് പ്രത്യേകം നോക്കിയതിന് ശേഷം മറ്റു മുറികളെല്ലാം മുഴുവനായിട്ടും ചെക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 2:30 ശേഷം കുറേ കോടതികൾ കയറുന്നുണ്ട്. അതുകൊണ്ട് അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഭിഭാഷകരോടടക്കം ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോടതി നടപടികൾ തടസ്സപ്പെടാതെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ കോടതി നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. 1:30 ശേഷമാണ് ഇത്തരം ഒരു ഭീഷണി ഉണ്ടാകും, അല്ലെങ്കിൽ സ്ഫോടനം ഉണ്ടാകും. സമാനമായ ഒരു ഭീഷണി സന്ദേശമുണ്ട്. ഇടുക്കിയിൽ നിന്ന് ജയനസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് നിന്ന് സാരം സുരേഷ് വിവരങ്ങൾ നൽകും.
ഇന്ന് പുലർച്ചയോടുകൂടിയാണ് കാസർഗോഡ് ജില്ലാ കോടതിയിലേക്ക് ഈ രീതിയിലുള്ള ഒരു ഭീഷണി സന്ദേശം എത്തുന്നത്. 3 IED RDX ബോംബുകൾ കോടതിയിൽ ജനക്കൂട്ടമുണ്ടാകുന്ന മേഖലകളിൽ സ്ഥാപിച്ചു എന്നതാണ് തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷന്റെ പ്രവർത്തകരുടെ അവകാശവാദം. ഈ ഇമെയിലിലെ സ്രോതസ് തമിഴ്നാട്ടിൽ നിന്നാണെന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ഇനി അതിലൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും ഇവിടെ വലിയ തോതിലുള്ള സുരക്ഷാ പരിശോധനകളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ബോംബ് സ്ക്വാഡും പോലീസും അഗ്നിശമന സേനയും അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കോടതിയിലെത്തിയ രാവിലെ ഇവിടെ എത്തിയ ജഡ്ജിമാരും അതോടൊപ്പം തന്നെ അഭിഭാഷകനും പൊതുജനങ്ങളെ അടക്കം പൂർണ്ണമായി പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് കർശനമായ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയാണ് അവരെ ഇപ്പോൾ കോടതിക്കുള്ളിലേക്ക് കടത്തിവിടുന്നത്. പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഓരോ നാളും ഇത് ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് വിടുന്നത്. 22 നമുക്ക് ബാർ അസോസിയേഷൻ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നതാണ്. 10:22 3:22 ഇമെയിൽ ഒഫീഷ്യൽ ഇമെയിലിലേക്ക് വന്നതെന്ന് പറയുന്നു. കോടതിയിൽ അകത്തുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും പുറത്തേക്ക് ഇറക്കി. കോടതി ബിൽഡിംഗ് മുഴുവൻ ഡോഗ് സ്ക്വാഡ് പരിശോധിച്ചു, പോലീസുകാർ പരിശോധിച്ചു. ഇപ്പം ബോംബൊന്നും ഇല്ലാന്നാണ് അവർ മനസ്സിലാക്കും. ആശങ്ക പൂർണ്ണമായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാസർഗോഡ് കോടതിയിൽ മാത്രമല്ല, ഇടുക്കി ജില്ലാ കോടതിയിലും മഞ്ചേരി ജില്ലാ കോടതിയിലും സമാനമായ രീതിയിൽ തന്നെ ബോംബ് ഭീഷണികൾ ഉണ്ടായിരുന്നു. ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം ഇതേ രീതിയിൽ ഇതേ സംഘത്തിന്റെ തന്നെ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ വരുന്ന ദിവസങ്ങളിലും ശക്തമായ പരിശോധനകളുമായി മുന്നോട്ടേക്ക് പോകുന്നത് തന്നെയാണ് കാസർഗോഡ് ജില്ലാ പോലീസിന്റെ തീരുമാനം. ആ രീതിയിൽ തന്നെയുള്ള പരിശോധനകൾ ഇപ്പോൾ പൂർത്തിയാകുന്നു. മാത്രമല്ല, ഉച്ച സമയത്തോടു കൂടിയാണ് ഈ രീതിയിലുള്ള ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാവുക എന്നതാണ് ഈ സംഘത്തിന്റെ അവകാശവാദം. അപ്പോൾ ആ ഒരു സമയം വരെ ഇവിടെ കൃത്യമായി പോലീസ് സന്നാഹം ഇവിടെ ഉണ്ടാവും. ഇമെയിൽ സന്ദേശത്തിന്റെ സ്രോതസ് എവിടെയാണോ എന്നുള്ളതിനെ കുറിച്ച് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഒരു പരിശോധന നടക്കേണ്ടിയിരിക്കുന്നു. കാരണം തുടർച്ചയായി 2ാമത്തെ തവണയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഇടുക്കിയിലും മലപ്പുറത്തും കാസർഗോഡുമാണ് കോടതികൾ കേന്ദ്രീകരിച്ചുള്ള ഭീഷണി ഉണ്ടായിരിക്കുന്നത്. അവിടങ്ങളിലൊക്കെ വ്യാപകമായ പരിശോധന നടക്കുകയാണ്.